ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഒരു ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും നേരുന്നു. നമ്മൾ പെട്ടെന്നാണ് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. കാര്യം ഞാനിവിടെ ഒരു 3 മാസം ആയിട്ട് ഇവിടെ ഇല്ലായിരുന്നു. എങ്കിൽ തന്നെയും നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ എല്ലാം ജോലി തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഡിലേ ആയി പ്രോഗ്രാം. എങ്കിലും ഈ വൈകിയ വേളയിലും ഇത്രയും ഒരു ജനസമൂഹത്തെ ഈ മുന്നിൽ കാണാൻ സാധിച്ച് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കടപ്പാടും എല്ലാവരോടും. കൈരളി എന്നും ഇങ്ങനെ തന്നെയാണ്, നമ്മളെല്ലാം ഒന്നാണ്, ഒരു കൂട്ടായ്മയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മുടെ കൈരളിയെ നമുക്ക് വിശാഖപട്ടണത്തിൽ നിന്നും മാറ്റി നിർത്താൻ ആർക്കും ഒരിക്കലും സാധിക്കില്ല. ഒരുപാട് പ്രസംഗത്തിലൊന്നും ഞാൻ മുതിരുന്നില്ല. നമ്മുടെ ഈ ഒരു കൈരളി ഇത്രയൊക്കെ രീതിയിൽ കെട്ടിപ്പടുക്കാൻ ആദ്യകാലത്തിലുണ്ടായിരുന്ന സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ച സമയത്ത് മുമ്പോട്ട് പോകും. പറഞ്ഞപോലെ തന്നെ ഇവിടെ എത്തിയതാണ്. എല്ലാവരും അറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിൽ നിന്ന് പുതിയ വർഷത്തെ കാലത്ത് ഓരോരോ വ്യക്തി ജീവിതത്തിലും കൂട്ടായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതിനെക്കുറിച്ച് എനിക്ക് കണ്ടു പറഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ കേരളയുടെ നമ്മുടെ MLA സാറിനെ ഒരു 15 ദിവസം മുമ്പ് കണ്ടായിരുന്നു. ഞാൻ എപ്പോൾ കാണുമ്പോഴും ഞാൻ സാറിനോട് ഇത് തന്നെയാണ് പറയുന്നത്, നമുക്കിവിടെ പാർക്കിങ്ങിന്റെ വിഷയം സാറെ ഞങ്ങളെ എങ്ങനെയൊന്നും ഹെൽപ്പ് ചെയ്യുക, എവിടെയെങ്കിലും കുറച്ച് സ്ഥലങ്ങൾ. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, നോക്കാം, ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മേലിൽ 100-110% വിശ്വാസമുണ്ട്. പിന്നെ അറിയാലോ, ഇപ്പം ശശിധരൻ സാറിനെ പോലെയും അതുപോലെ ഇവിടെ സീനിയർ ആൾക്കാർ ചന്ദ്രേട്ടനെ പോലെയും അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ ഉള്ളത്തോളം കാലം തീർച്ചയായിട്ടും അത് നമുക്ക് സഫലമാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മുന്നോട്ട്. തീർച്ചയായും ഉണ്ണിധരൻ സാറിനെ എനിക്ക് ഇന്ന് ഇച്ചിരി കൂടുതൽ ഇഷ്ടമായെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്.